ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ചിക്കൻ സൈഡ് ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജിഞ്ചർ ചിക്കൻ ആട്ടോ, ചൈനീസ് സ്റ്റൈലിലല്ല ഇത് തയ്യാറാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ജിഞ്ചർ ചിക്കൻക്ക്. പിന്നെ ഞാനിത് ഒരുപാട് മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഗ്യാരണ്ടി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. പിന്നെ ഈ ചിക്കൻ സൈഡ് ഡിഷിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര ഈസിയാണ് റെഡിയാക്കാൻ. നമുക്ക് ഉള്ളി കട്ട് ചെയ്യാനോ ഒന്നിനും സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുഞ്ഞ് പീസാക്കണ്ട, ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 1 ടീസ്പൂണാണ്. 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ സോയ സോസ് വേണം നമുക്കിതിലേക്ക്. ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ലൈറ്റ് സോയ സോസാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് നിറയെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ നല്ലത്, അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, മാരിനേറ്റ് ചെയ്യണം ചിക്കന്. പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മുടെ സോയ സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഉപ്പ് മതി കേട്ടോ ഇതിലേക്ക്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഞാനിതിപ്പോൾ ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇതിലേക്കുള്ള ഗ്രേവിയിലേക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കാം. അപ്പം നമുക്കിതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ സവോളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി, 3 ചെറിയ പീസ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇത്രയും പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതായത് ഒരു പിടി, നമ്മുടെ ഒരു കൈപ്പിടിയോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 750 ഗ്രാമിലേക്കാട്ടോ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പം വെളുത്തുള്ളി കുറവും ഇഞ്ചി കൂടുതലാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമ്മളിതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് നമ്മളതിലേക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട്, ഉള്ളി അരിയാനൊന്നും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നേരിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ ചിലപ്പം ഇഞ്ചി വല്ലാണ്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി അതേപോലെ ഇട്ടാൽ മതി. അതുപോലെ സവോള ഇതുപോലെ ഒരു സവോള എടുത്തിട്ട് ഒരു 6 കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സവോള അരിയേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. ഇതുപോലെ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അരച്ചെടുക്കാൻ പോവുകയാണ് എല്ലാം കൂടി. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരിയണം കേട്ടോ, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ബട്ടറൊന്നും ചേർക്കണ്ട, കുറച്ച് മാത്രം മതിയാവും. ഞാനിപ്പോൾ ഒറ്റ ബാച്ചിൽ തന്നെ ഈ ചിക്കൻ മൊത്തം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വലിയ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കന് ഒരുപാട് ക്രിസ്പി ആക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊരു 90% ഒക്കെ ചിക്കന് കുക്കായി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ഗ്രേവിയിലിട്ടിട്ട് ചിക്കന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വശവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിരുന്നു. അത് ചൈനീസ് സ്റ്റൈലിലായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്ത്യൻ സ്റ്റൈലിലെ ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇത് രണ്ടും ഞാൻ ബ്ലോഗിൽ ഓൾറെഡി ഷെയർ ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജിഞ്ചർ ചിക്കൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 വശവും നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കന്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മൾ ഇപ്പോൾ ഇത് എടുക്കുന്നില്ല. നമ്മൾ ആദ്യം ഗ്രേവി റെഡിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പാനിൽ തന്നെയാണ് ഞാൻ ഇതിലേക്കുള്ള ഗ്രേവിയും റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ബട്ടർ ഇല്ലയെന്നാണെങ്കിൽ ഇതിനൊക്കെ പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലെൻഡറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറി വരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണം. അപ്പോൾ അതുവരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണം. അത് വളരെ നിർബന്ധമാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ ഇതിങ്ങനെ നോക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. ആ പച്ചമണം മാറി വരുന്ന വരെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ പച്ചമണം ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഈ ഒരു ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി എല്ലാതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല, കളറ് നല്ലോണം ഉണ്ടാവും. അതുപോലെ 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ടൊമാറ്റോ സോസ് അത് ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഓരോന്നും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ പോലെ തോന്നും. ആ ഒരു പരുവം ആയി കിട്ടണം. എന്നാലേ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ കണ്ടോ അവിടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കന് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5-10 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതായത് ചിക്കനിലേക്ക് ഈ ഗ്രേവി മൊത്തമായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ ഒരു സൈഡ് ഡിഷ് ഡ്രൈ ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. വളരെ ഡ്രൈ അല്ല, കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പം ഇത് ഗ്രേവി ആയിട്ടുള്ള സൈഡ് ഡിഷ് അല്ല. ഈ ഒരു ചിക്കൻ ഡിഷ് ഒരു 3 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ബ്രെഡിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി വേണമെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ പീസ് ചിക്കനിലും ഭയങ്കരമായിട്ട് ഈ ഗ്രേവി ഇങ്ങനെ കോട്ട് ചെയ്ത് വരുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഫ്ലേവർഫുൾ ആയിരിക്കും ഓരോ പീസ് ചിക്കനിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയും ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സൂപ്പർ ഡിഷാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചിക്കൻ, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ജിഞ്ചർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്രിംഗ് ഓണിയൻ കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.